ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുക, മാറ കൊടുത്ത് ഇവിടെ വീഴും. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഞാൻ വീഡിയോ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ അച്ചാർ പരിപാടി അങ്ങ് നീണ്ടുപോയി. ഇന്നലെ ബീഫ് അച്ചാർ ഇടണമായിരുന്നു, അപ്പം അതങ്ങ് നീണ്ടുപോയി. സമയം ഉച്ചയ്ക്കാണ് റീച്ചാൻ കൊണ്ടുവന്നത്. കാരണം റീച്ച ഓഫീസിൽ പോയിട്ട് അവർ പറഞ്ഞു 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് വന്നു. കാരണം അവർ അത് കട്ട് ചെയ്തൊക്കെ തരണ്ടേ. അവർക്ക് നമ്മൾ അവിടെ ഇത്തിരി ഈ ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം അവർക്ക് ഇച്ചിരി ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം അതായിരുന്നു. പിന്നെ റീച്ചാൻ അവിടുന്ന് അടുത്ത എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അപ്പം അത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് വേവിച്ച് വറുത്തെല്ലാം വേവിച്ച് വെച്ചിട്ട് പിന്നെ വൈകിട്ട് 6 മണിയൊക്കെ 5 മണിയോട് തുടങ്ങി ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ഈ പിള്ളേരുടെ വരക്കോ അവരുടെ ഓരോന്നൊക്കെ ആയി. മണി 12 ആകാറായപ്പോഴാണ് ഇന്നലെ തീർന്നത്. പിന്നെ കുളിച്ച് വന്നിട്ട് എനിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഇന്നലെ ഇടാഞ്ഞത്. പിന്നെ ബീഫ് അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയേ വാട്സപ്പിൽ. ഇവിടെ ഒരുത്തൻ കിടന്ന് ഉറങ്ങിയിട്ട് എണ്ണീക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണ് ഞാൻ കാണിക്കും. ഓയ് ഓയ് ഹായ്, ഗുഡ് മോർണിംഗ്. എണീര്, പല്ല് വെച്ച് എളുപ്പം വാ. സ്കൂളിൽ പോണ്ടേ, വാ സ്കൂളിൽ പോകണം. എണ്ണീര് 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 എണ്ണീര്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പലരും ക്രിസ്മസിൻ്റെ റെസിപ്പികൾ ചോദിക്കുന്നു. പറ്റുന്നത് പോലെ ഇടാൻ നോക്കാം കേട്ടോ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ കൈ എന്തുവാന്ന് തോന്നുന്നൊരു വേദന, തണുപ്പുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ രാവിലെ ഇതൊരു ശനിയാഴ്ച ദിവസത്തെ വീഡിയോ. ശനിയാഴ്ച ഇവിടെ ആഴ്ച അന്ന് മാഗിയാണെന്നല്ലേ. പക്ഷേ ഈ ശനിയാഴ്ച പോൾമോന് കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചവന് ഞാൻ ഒന്ന് സന്തോഷിച്ചിരുന്നതാണ്. സാറ്റർഡേ ദിവസമാണ് ഞാൻ നോക്കിയിരിക്കുന്നില്ലേ, വെള്ളത്തിനായിട്ട് വേഴാമ്പൽ നോക്കിയിരിക്കുന്നവർ ഞാനൊരു സാറ്റർഡേ ദിവസത്തിന് വേണ്ടി പ്രൈസ് പോലും. ഇപ്പോൾ അഥവാ സാറ്റർഡേ ചിലപ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ സ്കൂളുകാർ ഓഫ് കൊടുക്കുകയാണെങ്കിൽ സാറ്റർഡേ വെക്കുമല്ലേ ക്ലാസ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ അവനേക്കായി വിഷമം എനിക്കാണ്. കാരണം ആ ഒരു ദിവസമെങ്കിലും ഇച്ചിരി ലേറ്റായിട്ട് എണ്ണീക്കാമെന്നും പറഞ്ഞ് കിടക്കും. അന്നേരം കാണാം ഇവന് കോളേജിൽ പോകണം. പിന്നെ എന്നാൽ അവന് ടിഫിൻ ഉണ്ടാക്കണമല്ലേ. അപ്പം അവനൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ കുക്കർ വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഷാജീര, 2 ഗ്രാമ്പു, 2 ബേ ലീഫ്, എന്നിട്ട് ഒരു സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേണേ ഇതിൽ മുട്ട ചേർക്കാമായിരുന്നു. അപ്പം അവൻ്റെ ഈ മുഖത്തുണ്ടല്ലേ പിമ്പിൾസ് ഉണ്ട്. അപ്പം ചില സമയത്ത് മൂട് പോലെ പറയും പിന്നെ ഈ മുട്ടയും ചിക്കനൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഈ ചിക്കൻ ചൂട് ഐറ്റംസ് കുറയ്ക്കാൻ പറയാമല്ലേ. ചിലപ്പം വേണ്ടാന്ന് പറയും, ചിലപ്പം അങ്ങ് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പം പച്ചക്കറികളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങും കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ചേർക്കുന്നില്ലെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇച്ചിരി ബീൻസ്, ക്യാരറ്റ്, മട്ടർ, ഉരുളൻകിഴങ്ങ്. ഞാൻ ആദ്യം ബീൻസ് എന്ന് പറയാനാണ് വന്നേ. അപ്പോൾ അതങ്ങ് ക്യാരറ്റായി. അപ്പോൾ അത് ക്യാബിൻസ് ആയിപ്പോയി. അപ്പം ഞാൻ റേച്ചാൻ ഇന്നും ചപ്പാത്തി അല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ റേച്ചാനോട് ഉള്ള അങ്ങ് ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചു. റേച്ചാനോട് ഞാൻ പറഞ്ഞു ഇന്ന് ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചേട്ടാ, ഞാൻ ഇതിൻ്റെ ടിഫിൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ പപ്പടം പൊടിച്ച് ചേർക്കട്ടെ. അവനത് വേണ്ട. റൈസനായിരുന്നെങ്കിൽ അതൊക്കെ പറഞ്ഞേനെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ വിസിലിടുന്നില്ല, വെറുതെ അടപ്പൊന്ന് അതിൻ്റെ മുകളിലോട്ട് വെക്കുന്നേ ഉള്ളേ. ഇത്തിരി വഴകൊന്നും വേണ്ട, കാരണം നമ്മളിനിയും വിസിലടിക്കുന്നുണ്ടല്ലോ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ ബിരിയാണി മസാല, ഒരു 2 ടീസ്പൂൺ. ഇതിലോട്ട് ഞാനൊരു വെജിറ്റേറിയൻ മാഗി ക്യൂബ് ഇടുന്നുണ്ട്, ഒരെണ്ണം. ഇതൊരു 1.5 കപ്പ് റൈസേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ ചെറിയ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ആ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറിയുണ്ട്. ഞാനിതിലേക്ക് ഇനി വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാനിപ്പോൾ 1.5 കപ്പ് അരിയല്ലേ എടുത്തേക്കുന്നത്, അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട്, അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ആ റൈസിനോടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യാമെന്ന്. ഇതിലേക്ക് ഇനിയും കഴുകി വാരി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ കുതിർത്തൊന്നും വെച്ചില്ലേ, അങ്ങനെ കഴുകി അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇടുക. ഒരു വിസിലടിച്ചിട്ട് ഞാൻ എൻ്റെ ഈ കുക്കറിലുണ്ടല്ലോ, ഒരു വിസിലൊക്കെ അടിച്ചാൽ ഇങ്ങനെയുള്ള അരിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അങ്ങ് വേവും. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് പ്രഷർ അങ്ങ് തുറന്നു വിടും. അപ്പോൾ നിങ്ങളുടെ കുക്കർ എങ്ങനെ വേവ് എങ്ങനെയാണെന്നനുസരിച്ചാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാനിപ്പോൾ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് പ്രഷർ അങ്ങ് തുറന്നു വിടുവേ. ആ മാഗിക്ക് കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് എത്ര ഇളക്കിയിട്ട് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല, മസാല എല്ലായിടും ആവുന്നില്ല എന്നുള്ള ഇത്. പക്ഷേ ഇപ്പോൾ ഒരു ഇച്ചിരി ഒരു വെറ്റ് പോലെ തോന്നിയാലും കുറച്ചുകൂടെ കഴിയുമ്പം ഇതങ്ങ് തണുക്കുമ്പം നല്ല ഒന്നേ തൊടാതെ ആ പ്രഷർ തുറന്നു വിട്ടത് കാര്യം, അല്ലെങ്കിൽ പായസമാവും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇവന് ലെമൺ ആൻഡ് ഡേറ്റ്സ് അച്ചാർ എടുത്തു എൻ്റെ ഇതിന്. പക്ഷേ ആ ചെറുക്കൻ പറഞ്ഞ് എനിക്ക് വേണ്ട, സാലഡ് മതിയെന്ന്. ഞാൻ പറഞ്ഞു സാലഡിന് ഇപ്പം തൈരില്ല, ഇത് ഇവൻ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ നിൻ്റെ റൈസിൻ്റെ അകത്ത് പപ്പടം പൊടിച്ചിടാടാ, അതും അവന് വേണ്ടായിരുന്നു. പിന്നെ ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, അതങ്ങ് മറന്നും പോയി വിട്ടും പോയി. എന്നും അങ്ങ് മാഗി ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ ഞാൻ പിന്നെ കാബേജ് തോരൻ വയ്ക്കാമെന്ന് വെച്ച് അതിനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ പച്ചമുളകും സവാളയും കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. തേങ്ങയുടെ ക്ഷാമം ഇന്നലെ മായ കമൻ്റ് അടിച്ചു, ചേച്ചി ഈ തേങ്ങയ്ക്ക് എന്തോ വിലയാണ്. ഞാൻ പറഞ്ഞില്ല, ആ കുഞ്ഞ് തേങ്ങ ചിരകെ പോലും കയറത്തില്ല, അതിനാ 40 രൂപ. അപ്പം പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടേ മുറിയിലൊരു വല്ലാത്ത സ്മെല്ലായിരിക്കുമല്ലേ, ആ സ്മെല്ല് ഇല്ലാതാവാൻ നമ്മൾ കാബേജ് അരിഞ്ഞ ആ പാത്രത്തിൻ്റെ അകത്ത് ഒരു പീസ് ബ്രെഡ് ഇട്ടാൽ മതിയേ. അപ്പോൾ ആ മണമൊക്കെ അങ്ങ് മാറും, ആ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഒരു ബ്രെഡ് ഇട്ട് വെച്ചിരുന്നാൽ മതി, അപ്പോൾ മുറിയിലൊക്കെയുള്ള സ്മെല്ല് അങ്ങ് മാറും. എത്ര നമ്മൾ കാബേജ് ക്ലീൻ ചെയ്ത വേസ്റ്റ് ഡബ്ബയ്ക്കകത്ത് ഇട്ടാലും അത് തുറക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ ആരെങ്കിലും ഒരു വീട്ടിലോട്ട് നമ്മൾ ഈ കാബേജ് അരിഞ്ഞ് വെച്ചിട്ട് ആരെങ്കിലും വീട്ടിലോട്ട് കയറി വന്നാലും ഒരു അവിഞ്ഞ സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരു പീസ് ബ്രെഡ് ഇട്ട് വെച്ചിരുന്നാൽ മതി, അങ്ങനെയുള്ള ആ മണം വരത്തില്ല.
അപ്പം ഞാനിതിങ്ങനെ മിക്സ് ചെയ്ത് ഇനി ഇച്ചിണിയും വെള്ളമുണ്ട്, അത് ഞാനൊന്ന് ഇങ്ങനെ തുറന്നിട്ടിട്ട് തീ കുറച്ചിട്ട് ഞാൻ അകത്ത് പോയി സാമ്പാറിന് അരിയട്ടെ, സാമ്പാർ വെക്കാമെന്ന് വെച്ച്. പച്ചക്കറികളൊന്നും കടയിൽ പോയിട്ട് കിട്ടിയില്ല. ഈ സാമ്പാർ വാജി ഇങ്ങനെ കാബേജും ഒക്കെ ഉള്ളു, അല്ലാതൊന്നും അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം പോയിട്ട് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നു. പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചാലും ചിലപ്പം നല്ലത് കിട്ടും, ചിലപ്പം നല്ലത് കിട്ടത്തില്ല. എല്ലാം ഇപ്പം ഓൺലൈനും അവൈലബിൾ അല്ല. ഓൺലൈനിലും ഇതിനേക്കായി നല്ല റേറ്റുമാണ്. അകത്ത് സാമ്പാറിന് അരി വരുന്നത്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞ പ്രിൻസിനോട് പറയും ഗ്യാസ് ഒന്നും നിർത്തിയേക്കടയെന്ന്. അതൊക്കെ ചെയ്യും, ഗ്യാസ് നിർത്തുകയൊക്കെ ചെയ്യും. അപ്പം ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് വരുന്ന കണ്ടില്ല. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോയ തോരൻ ഒരാളും കൂടെ എല്ലാം അമക്കി വെച്ചിട്ട്, ഏടെ പ്രൈസൻ നീ ഇവിടെ ഈ തോരൻ അമക്കി വെക്കുമായിരുന്നോ? എന്തിനാ നീ ചൂട് തൊടാൻ പോയത്? നീ ഇതിനെയെല്ലാം ഇങ്ങനെ അമക്കി വെച്ചോ? എന്തിനാ ചെയ്തത്? തീയത്ത് അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. ചിലപ്പോൾ സ്പൂൺ ഇതിട്ടേക്കുമല്ലായിരുന്നു, സ്പൂണ് ചൂടാവും. സ്പൂണ് നോക്കിയായിരുന്നോ ചൂടാന്നോന്ന്? ആ മിടുക്കൻ. അപ്പോഴും ഇവർക്ക് ചപ്പാത്തിക്ക് ഞാൻ മുട്ടത്തോരനാണ് ഉണ്ടാക്കിയത്. ഇവർക്ക് 2 പേർക്ക് മതിയല്ലേ. അപ്പോൾ അപ്പച്ചന് കൊടുത്തു, ബാക്കി അന്നേരം ഇച്ചിരി കുറവാണ്. അവന് വേറെ കാബേജൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവന് ചപ്പാത്തി കൊടുക്കുക. വെളുത്തുള്ളി അച്ചാറന്ന് ഓർഡർ ഉണ്ടായിരുന്നില്ല, അതിട്ടുണ്ട്. ഇതിനൊരു ഡബ്ബ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാനാ തീർത്തത്. അവനിതിഷ്ടമാണ്. നമ്പർ 1 ആണോ? നിങ്ങൾ ആരെങ്കിലും വെളുത്തുള്ളി അച്ചാർ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കും തോന്നിയിട്ടുണ്ട്, ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കായി ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ ഒത്തിരി ഇട്ടില്ല, വെളുത്തുള്ളി വിലയുമല്ലേ. അപ്പം ഇട്ടത് ഇച്ചിരി, അതിനൊരു ഡബ്ബ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നല്ല നമുക്കത് കഴിക്കാൻ. അപ്പോൾ ഇനിയും അന്ന് ഞാൻ ഇതുപോലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നോ നെല്ലിക്കയും ഈന്തപ്പഴം കൂടെ അച്ചാറിടുന്നുണ്ട് എന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പ്രാവശ്യം ഇതുപോലെ ഇല്ല പ്രൊഡക്റ്റിൻ്റെ ഞാൻ ഡിലീറ്റ് ചെയ്തതുപോലെ അതും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് വാങ്ങിച്ചവർക്ക് അത് വീണ്ടും ഇഷ്ടമായി, വീണ്ടും ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് ഉടനെ നെല്ലിക്കയും ലെമൺ ആൻഡ് ഡേറ്റ്സ് തീർന്നു, അതിടണം. നെല്ലിക്ക ഈന്തപ്പഴം കൂടെ ഇടണം. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഏതെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് ഓരോ ദിവസം ഓരോ പരീക്ഷണം. ഇന്ന് അടിയിൽ തുവരപ്പരിപ്പ് കിടപ്പുണ്ട്. ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കടലമാവ്. എല്ലാ പ്രാവശ്യവും ഇതിൽ ചൂടാക്കി ചേർക്കാം, ഇന്ന് ചൂടാക്കിയില്ല. മഞ്ഞപ്പൊടി ഇതിൽ ചൂടാക്കിയില്ല. മഞ്ഞപ്പൊടി ഞാൻ ഡയറക്റ്റ് ഇപ്പം ഇടുക. ഉലുവാപ്പൊടിയും ഇപ്പം ഇടുക. 4 വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഇന്ന് ടൊമാറ്റോ 3-4 ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പുളി ഇല്ലെങ്കിലേ പുളിവെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിൽ അങ്ങനെ മല്ലിയില, സെപ്പറേറ്റ് മല്ലിയില അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം റീച്ചാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോകണേ, ഇച്ചിരി മസാലയായിട്ട് വാങ്ങിച്ചു. അതിൻ്റെ അകത്ത് ഇച്ചിരി ഒരു കുഞ്ഞു കെട്ട് മല്ലിയില, ഒരു 2-3 തണ്ട്, പിന്നെ കരിയാപ്പല, 3-4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ആ മല്ലിയില നല്ല ഫ്രഷ് മല്ലിയിലയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയും തീരണ്ടേ, അതിന് വേണ്ടി ഇന്ന് രാവിലെ അവൻ്റെ ബിരിയാണിക്കകത്തും ഇച്ചിരി ഇട്ടു, ഇതിൻ്റെ അകത്തും ഇട്ട്. ഇവിടങ്ങളിലുള്ളവർക്കൊക്കെ ഇത് മസ്റ്റാണ്. അവർ നമ്മൾ ഈ കരിയാപ്പല പോയി വാങ്ങിക്കുന്നത് പോലെ അവർക്ക് മല്ലിയില വേണം. ഇത് ചില സമയത്ത് നല്ല വിലയുണ്ട്, കരിയാപ്പലയുടെ കൂട്ട് വിലയുണ്ട് ഇതിനും. അപ്പോൾ ഇനി ഇതിൽ ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർക്കണം, അന്നേരം കായപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇനി തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് നല്ല തിക്കാവും. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്
എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.